വെൽക്കം ടു മൈ ചാനൽ. ഇതെന്താ കുഞ്ഞെന്ന് അറിയാ? ഇത് പ്രവേശനോത്സവം, 1-ാം ക്ലാസ്സിന്റെ പ്രവേശനോത്സവമാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് 1-ാം ക്ലാസ് ചേർത്തില്ലേ? അപ്പൊ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ ആ ടൗണിൽ കൂടെ, മദർസിന്റെ അടുത്തുള്ള ടൗണിൽ കൂടെ ഇങ്ങനെ എല്ലാവരും ബൊക്കെയും പൂക്കളെല്ലാം പിടിച്ച് ബലൂണെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഉസ്താദ് എല്ലാരും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആനയിച്ചുകൊണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ടേക്ക് മദർസിനെ അങ്ങോട്ടേക്ക് ഇറക്കും, താഴോട്ടേക്ക് ഇറക്കും. അപ്പൊ കുട്ടികൾ അവിടുന്ന് വരുന്നല്ല, മദർസിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മേലേന്ന് വരുന്നതാണ്. അവിടെ വീട്ടിൽ നല്ല വരുന്ന സമയത്ത് അവർക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇതാക്കുന്നത്, ഇങ്ങനത്തെ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നല്ല സംഘടിപ്പിച്ച് എല്ലാവരും അവിടെ പൂക്കളും പിന്നെ ബലൂണും എല്ലാം കൊടുത്ത് അല്ലേ? നിനക്ക് കിട്ടിയാ? ഇല്ല, മുട്ടായി മാത്രമേ കിട്ടിയുള്ളൂ. നീ അതിന്റെ എത്രാം ക്ലാസ്സിൽ? 4-ാം ക്ലാസ്സിലല്ലേ? 4-ാം ക്ലാസ് ആയതിനെ കൊണ്ടാണ് നിനക്കൊന്ന് മുട്ടായി ഒന്നും കിട്ടുക. അല്ല, മുട്ടായി മാത്രം കിട്ടിയത്. പിന്നെ പുതിയ കുട്ടികൾ ആയതിനെ കൊണ്ട് മാത്രമാണ് അവർക്ക് ബലൂണെല്ലാം കിട്ടിയത്. അതാ അവ 2 കാക്കമാരെല്ലാം മുമ്പിൽ വന്നിട്ട് ബാനറെല്ലാം പിടിച്ചിട്ട് അങ്ങനെ താഴോട്ടേക്ക് എല്ലാവരും ആനയിച്ചു കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് പിന്നെ അവരെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തും. അപ്പൊ ഇന്നാണ് ഒരാ ആദ്യാക്ഷരെല്ലാം പഠിപ്പിക്കുന്നത്. ആദ്യാക്ഷരം എന്ന് പറയുന്നത് അലിഫ്. അലിഫ്. അപ്പൊ അതെല്ലാം മുസ്താദ് എന്താക്കും, ബോർഡിന് മുകളിൽ കൈ പിടിച്ച് എഴുതി കൊടുക്കും. എല്ലാം എഴുതി കൊടുക്കും. ഇന്ന അങ്ങനെ എഴുതിപ്പിച്ചിട്ടുണ്ടോ ഉസ്താദ് ആദ്യം 1-ാം ക്ലാസ് പഠിക്കുമ്പോ? എന്താ ഓർത്ത് വെക്ക്. തന്നെ നിന്റെ 1-ാം ക്ലാസ് എവിടെയായിരുന്നു? നീ 1-ാം ക്ലാസ്സിൽ എവിടെ പഠിച്ചേ? കാറാട്ടൂന്ന് മാർസിലാ? അപ്പൊ ഇത് എവിടെയാന്നറിയോ? ഇത് ഏത് മദർസ? അമ്പലവയൽ മദർസിലെ ഉസ്താദൊക്കെയാണ് അല്ലേ? അവര് ഇന്നത്തെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്കുള്ള വിവിധ പരിപാടികളും ബാഗെല്ലാം കിട്ടിയില്ല അതിക്കിരുന്നിട്ട് അതിന്റെ ഭാഗങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലേ? പിന്നെ എനിക്കൊരു പ്ലേറ്റ് കൊടുത്തു. നമ്മളെല്ലാ മദർസയിലും സ്കൂളുകളൊക്കെ പഠിച്ച ആൾക്കാരാണ്. പക്ഷെ ആദ്യമായി ഒരു വിദ്യാലയത്തിലേക്ക് ഒരു കുട്ടി വന്ന് ചേരുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. മറ്റുള്ള ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. കാരണം ഇവിടെ അറിവുകൾ മാത്രമല്ല, നല്ല സൽസ്വഭാവം, അഖ്ലാഖ്, ദീന്, എല്ലാ കാര്യങ്ങളും പഠിച്ച് കൃത്യസ്ഥമാക്കി അതിനനുസരിച്ച് അവന്റെ മരണം വരെയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് മദർസ. ആ മദർസയിലേക്കാണ് ആദ്യമായിട്ട് കുറെ കുഞ്ഞു വിരുന്നുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ മുഴുവൻ ആളുകൾക്കും നമ്മുടെ രക്ഷാകർത്താക്കൾ, അവരുടെ പ്രതിനിധികളുണ്ട്, നാസർ ഭായിനെ പോലത്തെ ആൾക്കാരുണ്ട്, SKSSന്റെ ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് സ്നേഹം നിറഞ്ഞ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ പാലിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അതിന് മേലൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഉദ്ഘാടനത്തിന് വേണ്ടി ഷമീർ വൈസി നമ്മുടെ കത്തിയപാറോട് ക്ഷണിച്ചുകൊണ്ട് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العلي العظيم. قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم من سلك طريقا يلتمس فيه سهل الله له طريقا إلى الجنة. നമ്മുടെ പഠനത്തിലൊക്കെ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മൾ
പുതിയ ഒരു അധ്യയന വർഷത്തിലെ പഠനാരംഭത്തിലാണെന്ന് നമുക്കറിയാം. അച്ചടക്കവും മര്യാദയും അതുപോലെ തന്നെ ആത്മീയമായ ഒരു വിജയമാണ് മദ്രസ പഠനത്തിലൂടെ നാം കരസ്ഥമാക്കേണ്ടത്. ഇന്ന് ആത്മീയമായ ഒരു പഠനം നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ഭൗതികമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇൽമിൻ്റെ പ്രാധാന്യത്തിലുള്ള മഹത്വം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മദ്രസ പഠനം എന്ന് പറയുന്നത് السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ബഹുമാനാദരവും നിറഞ്ഞ അഭിവന്ദനായ നമ്മുടെ മഹല്ലിൻ്റെ ഖത്തീബ് ഷമീം ഫൈമി ഉസ്താദുകളും വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, മഹല്ല് ജമാഅത്തിന്റെ കർമ്മനീയരായ സാരഥികൾ, السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എല്ലാവിധ ആശംസകളും നേരുന്നു. നാം അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി വരുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭൗതികവും പാരമ്പര്യവുമായ എല്ലാ വിജയവും, ആ വിജയത്തിന് കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം പഠിക്കുക, ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. നിങ്ങളോട് ഞാൻ എന്ത് പറയണം എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. അവര് നല്ല വൃത്തിയിൽ വരുന്നവര്, എപ്പോഴും തൊപ്പിയൊക്കെ തേക്കുന്നവര്, എന്നതുപോലെ തന്നെ മുടി കാണിക്കാതെ മക്കളെ എപ്പോഴും ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കുന്നവര്, ഇങ്ങനത്തെ എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുക്കുന്ന ഒരു ദിവസം. അത് റബീഉൽ 12 എന്ന് പറഞ്ഞാൽ റബീഉൽ പരിശുദ്ധ ദിനത്തിന് നമുക്ക് സമ്മാനം കിട്ടും. അതൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായ മദ്രസ പഠനത്തിൻ്റെ ഈ വർഷത്തെ ഔദ്യോഗികമായ ആദ്യ ദിനത്തിലാണ്. ബഹുമാന്യരായ അധ്യക്ഷൻ മുഹമ്മദ് അലി, വന്യരായ മറ്റുസ്താദന്മാരെ, ഉലമാക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ ഇങ്ങനെ യോഗം സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാതെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നറിയും. ഏറ്റവും സ്നേഹത്തോടുള്ള അതുപോലെ തന്നെ മഹല്ല് പ്രസിഡന്റ് പഠനമാമലിക്കർ, സെക്രട്ടറി, എല്ലാ മഹല്ല് നേതാക്കളും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഭവം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അബൂബക്കർ സയ്യിദ് ഉസ്താദാണ് അത് നിർവഹിക്കുന്നത്. അതിനുവേണ്ടി ഉസ്താദിനെയും വിദ്യാർത്ഥികളെയും മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി
സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എന്നറിയോ ഇവിടെ ഒരു ഉസ്താദ് പറഞ്ഞ പോലെ ഈ നവാതകരായ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത അങ്ങനെയാണ്. എന്തെങ്കിലും അറിയാലോ? അറിയാം? എൻ്റെ പേരറിയാം? ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ്. പക്ഷെ ആദ്യാക്ഷരം കുടിക്കാൻ ആദ്യം പറഞ്ഞ ആളെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരുമിച്ച് കൂടാൻ നിൽക്കാതെ അല്ലാതെ ബാക്കിയുള്ള ഉസ്താദന്മാരെക്കാളും കുറച്ച് കൂടുതൽ ആദ്യം ജനിച്ച ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഞാൻ ഗോൾഡും എഴുതും. അതവും ഞാൻ എഴുതിയല്ലേ? നിങ്ങൾ ഫുള്ള് എഴുതുന്ന ഞാൻ ഒറ്റ അക്ഷരത്തിൽ മാത്രം നിങ്ങൾ എഴുതിക്കൊള്ളൂ. ആന്ന് പഠിക്കൽ ആലിഫ് മാത്രം പഠിക്കൽ നിങ്ങൾ തുടക്കത്തിലുള്ളൂ അല്ലേ? അതവലും പിന്നെ വാക്കിയാലും പിന്നെ കാരണം അഥവാണ് നമുക്ക് വേണ്ടി വേണം അല്ലേ? സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല കൊടുക്കട്ടെ അർഹമായ പ്രതിഫലം. അംഗമല്ലാത്ത ആൾക്കാരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നില്ലേ? ഒന്ന് കൈവെട്ട്. ആരൊക്കെ ഉണ്ട്? അവർക്ക് സമ്മാനമല്ല. ഈ മഹല്ലില് അംഗമല്ലാത്തവരുടെ കുട്ടികൾ ആരൊക്കെയാണത്? ഈ മഹലിൽ ഉണ്ടാക്കിയാൽ പറഞ്ഞ മഹലിന്റെ പുറത്ത് വെക്കാം. മഹലിന്റെ പുറത്ത്
പെൺകുട്ടികളില്ലേ പെൺകുട്ടികളായില്ലേ